ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ തല തിരിഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഗസയിലെ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ശരിക്കും പരിഹസിക്കുന്ന വീഡിയോകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഓരോ ടാങ്കുകളെയും പൊട്ടിക്കുന്ന വിചിത്രമായ ചിത്രങ്ങളാണ്, വീഡിയോകളാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയൊക്കെ അവർ പബ്ലിഷ് ചെയ്ത വീഡിയോ കണ്ടാൽ ഇസ്രായേലിന്റെ മെർക്കോവ ടാങ്കുകളും അവരുടെ കവചിത വാഹനങ്ങളും ഒക്കെ അടിച്ചുവാരി കളയുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടലുണ്ടായത് ഗസ സിറ്റിയിലെ തന്നെ ഷജായിയ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഇതാണിപ്പോൾ ഈ യുദ്ധം അതിശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഗസ എന്ന് പറയുന്ന സ്ഥലം. വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എന്നാൽ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നേരെ അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഏത് ഭാഗത്തു നിന്നാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ കാണുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഭാഗമാണ് ഇത്രയും ഏരിയ. ഈ കാണുന്ന ഇത്രയും വലിയ ഒരു ഏരിയയാണ്. ഇവിടെ ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഗസ സ്ട്രിപ്പ്. അതായത് ഇവിടെ, അതുപോലെ തന്നെ ഈ ഭാഗം വെസ്റ്റ് ബാങ്ക് ആണ്. അതേസമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ അതിശക്തമായ സാന്നിധ്യമുണ്ട്. മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ സാന്നിധ്യമുണ്ട്. ഗസക്കകത്തും ഇസ്രായേലിന്റെ സൈനികരും ടാങ്കുകളും സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു ചെറിയ ഒരു ഭാഗത്തു നിന്നുള്ള പ്രതിരോധമാണ് ഇന്ന് ഇസ്രായേലിന്റെ ഇത്രയും വലിയ മാനക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അവരുടെ ഏറ്റവും ലോകത്തെ വെല്ലുവിളിക്കുന്ന മെർക്കോവ ടാങ്ക് 4 ജനറേഷൻ, അതിനൊക്കെയാണ് ഇന്ന് ഹമാസിന്റെ ആളുകൾ സ്വയം നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഗസ സിറ്റി. ഇവിടെയുള്ള ഗസ സിറ്റി, ഈ സിറ്റിയിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഷജായിയ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ് ഷജായിയ ഉള്ളത്. ഈ കാണുന്ന സ്ഥലമാണ് ഷജായിയ എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഇവിടെ ഈ ഒരു ഏരിയയാണ് ഷജായിയ. ഈ സലാഹുദ്ദീൻ അയ്യൂബിയാണ് വളരെ പ്രധാനപ്പെട്ട ഗസയിലൂടെ പാസ് ചെയ്യുന്ന ഈ റോഡാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്നറിയപ്പെടുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഷജായിയ എന്ന് പറയപ്പെടുന്ന ഈ ഏരിയ. ഇവിടെയാണ് അതിശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഭാഗമാണ് റഫ എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് റഫ എന്നറിയപ്പെടുന്നത്. അതായത് ഇത് ഈജിപ്താണ്. ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന ഈ ഭാഗമാണ് ഗസയിലെ റഫ എന്നറിയപ്പെടുന്നത്. ഇവിടെയും അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. ഇസ്രായേലിന് വൻ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരു രാഷ്ട്രത്തിന് പോലും യുദ്ധത്തിൽ ഇത്രയും വലിയൊരു ഗതികേട് സംഭവിച്ചിട്ടുണ്ടാവുകയില്ല. അത്രയും വലിയ തിരിച്ചടിയാണ് ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിന് ദൈനംദിനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർ പുറത്തുവിട്ട ഒരു ഫൂട്ടേജ് എന്ന് പറയുന്നത്, ആ വീഡിയോകൾ നമ്മൾ ഇതിലൂടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂട്യൂബിൻ്റെയോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുടെ ഗൈഡ് ലൈനുകൾക്ക് എതിരായതുകൊണ്ട് ഞാനത് പ്രദർശിപ്പിക്കുന്നില്ല. അതേസമയത്ത് സാധാരണ ഇസ്രായേലിന്റെ ടാങ്കുകൾ സഞ്ചരിക്കുന്ന റോഡിൽ അവർ കുഴിബോംബ് സ്ഥാപിക്കുന്നു. അതെല്ലാം വീഡിയോ എടുത്ത് കുഴിബോംബ് സ്ഥാപിക്കുന്നു. എന്നിട്ട് അവർ അത് കാത്തു നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ടാങ്ക് അതുവഴി വരുന്നത് കാത്തു നിൽക്കുന്നു. ആ പൊട്ടിത്തെറിക്കുന്ന വീഡിയോയും അവർ പുറത്തു വിടുന്നു, അതും പ്രസിദ്ധീകരിക്കുന്നു. അതായത് വളരെ ലാഘവത്തോടെ നിസ്സാരമായിട്ടാണ് ഈ യുദ്ധത്തിനെ ഹമാസ് കാണുന്നത് എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ഭാഗത്ത് അതിലേറെ നിസ്സാരമായി ഇസ്രായേലിന്റെ ഇത്രയും വലിയ രൂപത്തിൽ പരിഹസിക്കുക എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. മെർക്കോവ ടാങ്ക് റോഡിൽ നിൽക്കുകയാണ്. ആ റോഡിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്. 2 ആളുകൾ ടാങ്കിന്റെ നേരെ ഓടി വരുന്നു. അതിനകത്തേക്ക് അവർ ലാഘവത്തോടു കൂടെ ബോംബുകൾ നിറക്കുന്നു. ഈ നിറച്ച ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നത് അവർ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ വളരെ നിസ്സാരമായി ആ ടാങ്കിനുള്ളിൽ സൈനികർ നിലനിൽക്കുമ്പോൾ തന്നെ 2 സൈഡിൽ നിന്നായി 2 ഭാഗത്തു നിന്നായി ആളുകൾ ഓടി വരുന്നു. 2 ഭാഗത്തും ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ നിറക്കുന്നു. അവരവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നിട്ട് അപ്പുറത്ത് പോയി അത് വീഡിയോ പിടിക്കുന്നു. എത്ര നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് മുന്നിൽ ഇസ്രായേലിന് എങ്ങനെ വിജയം നേടിയെടുക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു കാര്യം പോലും ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടിയെടുക്കാൻ ഇസ്രായേലിന് സാധിക്കാതെ പോയത്. അത് ഇനി സാധിക്കുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇപ്പോഴവരുടെ യുദ്ധത്തിന്റെ രീതികളെല്ലാം കണ്ടാൽ അവർക്ക് ഇഷ്ടംപോലെ ആയുധങ്ങൾ, എത്രയും കാലം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നാണ് കൃത്യമായി ബോധ്യപ്പെടുന്നത്. കാരണം അവർ നിരന്തരമായി ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ, സൈനിക തമ്പടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് മോർട്ടാർ ആക്രമണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ഒരു വിഭാഗം അവരുടെ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി
എല്ലാ അർത്ഥത്തിലും ജീവൻ വേണമെങ്കിൽ ജീവൻ നൽകാമെന്ന അർത്ഥത്തിൽ അവര് ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിയൊരു വിഭാഗമാണ്. അവരെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന്റെ ടെക്നോളജികൾക്കോ ഇസ്രയേലിന്റെ ആയുധങ്ങൾക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ ആയുധങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ സാധ്യമല്ല എന്ന് തന്നെയാണ്. കാരണം ആത്മവീര്യമുള്ള ഒരു സമൂഹത്തിനെ കീഴ്പ്പെടുത്താൻ ഇന്ന് ലോകത്ത് ആയുധങ്ങളില്ല എന്ന വസ്തുതയാണ് ഫലസ്തീനിന്റെ ഗസയുടെ തെരുവുകളിൽ നിന്ന് ഈ പോരാളികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തുള്ള ഏത് സ്വേച്ഛാധിപതികളും ഏത് ഭരണാധികാരികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോകത്ത് അതിക്രമികളും അതുപോലെ സ്വേച്ഛാധിപതികളും ഒരുപാട് നാടുകൾ പിടിച്ചടക്കിയ കാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നാട്ടിലെ ജനങ്ങൾക്ക് ബോധോദയം വന്ന കാലത്ത് അവരെല്ലാം പടിയിറങ്ങേണ്ടി വരികയും അവരെയെല്ലാം കൂട്ടിലടക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ലോകത്തിന്റെ ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. അത്തരം സ്വേച്ഛാധിപതികൾക്കൊന്നും കൂടുതൽ കാലം അവരുടെ കസേരയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. അവരെയെല്ലാം ആ നാട്ടിലെ സമൂഹം തൂത്തെറിഞ്ഞ ചരിത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ. എന്നാൽ ഗസയിലും ഇത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ഇസ്രയേലിന്റെ ധിക്കാരങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിനും അധിനിവേശത്തിനും ഇനി അതൊരു തുടർക്കഥയായി ലോകത്തിന് മുന്നിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു നൂറ്റാണ്ട് തികക്കാൻ ഈ അധിനിവേശ ശക്തികൾക്ക് കഴിയുമോ എന്ന് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ഈ കാണുന്ന വീഡിയോകളും ഫൂട്ടേജുകളും അതുപോലെ അവിടെ നിന്ന് ഇസ്രയേലിന്റെ സൈനികർ വേർത്തൊലിക്കുന്ന മണലുകളിലൂടെ ഭീതിയോടുകൂടെ എഴഞ്ഞു നീങ്ങുന്നത് കാണുമ്പോൾ ലോകം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്.